പ്രണയസഖി ഭാഗം 27. ആദ്യ കാഴ്ചയിൽ തോന്നിയൊരു കൗതുകം, വെറുതെ ഒരു നേരം പോക്ക്. പ്രായത്തിൻ്റെ ചാട്ടമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരാണിന് ഒരു പെണ്ണിനോട് തോന്നുന്ന ഒരു ഭ്രമമില്ലേ, അത് മാത്രമേ എനിക്ക് നിന്നോടുണ്ടായിരുന്നുള്ളൂ. കുറച്ചു നാളെ നിന്നെ എൻ്റെ ആവശ്യങ്ങൾക്ക് കൊണ്ടു നടക്കുക, അവസാനം നീയുമായി പിരിയുക, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. കിരൺ പറയുന്നത് കേട്ട് പൂജയ്ക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി. എന്താ പൂജ, നിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. എന്തു ചെയ്യാനാ, ആണുങ്ങൾ ഇങ്ങനെയൊക്കെയാ. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കും അതിൽ എന്തേലുമൊക്കെ നേട്ടം വേണ്ടേ? നിന്നെപ്പോലെ ഒരു ലോ ക്ലാസ്സിനെയൊക്കെ കെട്ടിയാൽ എനിക്കെന്താണ് ലാഭം? നിന്നെ ചോദിച്ച് വീട്ടിൽ വരുമ്പോൾ തൊട്ടു തുടങ്ങും ദാരിദ്ര്യക്കണക്ക്. അതൊക്കെ കേട്ട് വെറുതെ എൻ്റെ സമയം ഞാൻ കളയണോ? എൻ്റെ ഒരു ജീവിതമല്ലേ, അത് വെറുതെ പാഴാക്കി കളയാൻ എനിക്ക് കഴിയില്ല. നിൻ്റെ തന്തയും തള്ളയുമൊക്കെ ഞാൻ നിന്നെ സ്നേഹിച്ച് കെട്ടുന്നത് കൂടിയാകുമ്പോൾ എന്തേലുമൊക്കെ തന്നെ എന്നെ ഒതുക്കും. തരാൻ മാത്രം ഒന്നും കാണില്ലല്ലോ അവരുടെ കയ്യിൽ. പൂജയ്ക്ക് അവൻ പറയുന്നത് കേട്ട് തൻ്റെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. തൻ്റെ അച്ഛനും അമ്മയുമൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിക്ക് തന്നെയാണ് ഗൗതമിൻ്റെ കൂടെ പറഞ്ഞു വിട്ടത്. അവർക്ക് പറ്റുന്ന പോലെ തൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. തൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ വന്നിട്ടും അവർ തന്നെ ഒഴിവാക്കിയില്ല. ഒന്നും തരാതെ വെറും കൈയോടെ പറഞ്ഞു വിട്ടില്ല. ഗൗതമിൻ്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ആകെയുണ്ടായ ധൈര്യം അത് മാത്രമായിരുന്നു. പൂജയ്ക്ക് അച്ഛനെയും അമ്മയും ചേട്ടനെയുമൊക്കെ കാണാൻ തോന്നി. അവരോട് എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ അവൾക്ക് തോന്നി. അവർക്ക് ആദ്യമേ തന്നെ കിരണിൻ്റെ സ്വഭാവം മനസ്സിലായിട്ടാണല്ലോ അത്രയും എതിർക്കാൻ കാരണം. അതൊക്കെയാണേൽ പലതും മനസ്സിലാക്കിയെടുക്കാൻ കണ്ണു തുറന്ന് കാണുക തന്നെ വേണമെന്ന് പറയുന്ന സത്യമല്ലേ. ചിലപ്പോൾ ചില സത്യങ്ങൾ കണ്ണുകൊണ്ട് പോലും മനസ്സിലായെന്ന് വരില്ല. ഒരുപാടങ്ങ് ആലോചിക്കേണ്ട, ഞാൻ പറയാം നിൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടി. എന്നിട്ട് വേണമല്ലോ കാര്യങ്ങളിലേക്ക് കടക്കാൻ. കിരൺ അവസാനം പറഞ്ഞത് കേട്ട് അവളുടെ നെഞ്ചിടിപ്പേറി. നിന്നെ ഞാൻ പരമാവധി നോക്കിയിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒന്ന് എത്തിക്കാൻ. പക്ഷേ എത്രയൊക്കെ സ്നേഹമാണെന്ന് പറഞ്ഞാലും ഞാൻ അതിന് താല്പര്യം പറഞ്ഞ് നിന്നെ വിളിക്കുമ്പോഴെല്ലാം നീ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു രക്ഷപ്പെടുമായിരുന്നു. പലതവണ നീ അതിൻ്റെ പേരിൽ എന്നോട് വഴക്കിട്ടിട്ടുണ്ട്. കിരൺ പറയുന്നതൊക്കെ കേട്ട് പൂജ കുറച്ച് അഹങ്കാരത്തോടെ തന്നെ അവനെ നോക്കി. അവൾക്ക് സ്വയം മതിപ്പ് തോന്നി. ഈ നിമിഷം അവൾക്ക് സ്വയം അഭിമാനം തോന്നി. ഒരിക്കലെങ്കിലും അവൻ്റെ വാക്കും കേട്ട് താൻ അവൻ്റെ ആവശ്യത്തിന് നിന്നുകൊടുത്തതിന് ഇന്ന് എത്രമാത്രം അതിൻ്റെ പേരിൽ നീറി ഇരിക്കേണ്ടി വന്നേനും. ദൈവം ചില കാര്യങ്ങൾ ചെയ്യാതെ മനസ്സിനെ വിലക്കിയത് എത്ര നന്നായി. അങ്ങനെ നീ എന്നോട് പറഞ്ഞാലും എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റുമായിരുന്നോ? ആ ഒരു ഉദ്ദേശം മനസ്സിൽ കൊണ്ടല്ലേ നിന്നെ ഞാൻ സ്നേഹിച്ചത്. സോറി, സ്നേഹിക്കുവാണെന്ന് അഭിനയിച്ചത്. നീയൊക്കെ പൂജ പറയാൻ വന്നത് നിർത്തി പല്ല് കടിച്ചു. കിരൺ അവൾ നോക്കി ചിരിച്ചു. കെട്ടാൻ നാട്ടിൽ നല്ല പെണ്ണുങ്ങളെ, അതും നല്ല സ്ത്രീധനവും നൽകി ഇങ്ങോട്ട് വരുമ്പോൾ നിന്നെപ്പോലെ കാൽക്കാശിന് ഗതിയില്ലാത്തവളെയൊക്കെ ആരെയും തലയിൽ ചുമക്കാൻ ചാടുമോ പൂജ? നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. പൂജയ്ക്ക് അവൻ പറയുന്നതൊക്കെ കേട്ട് പ്രത്യേകിച്ച് വിഷമം തോന്നിയില്ല. അവനിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാം എന്നൊരു ഭാവമായിരുന്നു അവളിൽ. ആകെ നനഞ്ഞാൽ പിന്നെ മൊത്തം കുളിരാണെന്ന് പറയും പോലെ. സ്നേഹിച്ച് പെണ്ണ് വന്ന് അവളുടെ കല്യാണം കാശുള്ള ഒരുത്തനുമായി ഉറപ്പിക്കുവാണെന്ന് വന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ ഒരു ദിവസമെങ്കിലും സ്വന്തമാക്കാതെ വിടാൻ കഴിയില്ലെന്നുള്ള ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. നീ നല്ല രീതിക്ക് എന്നെ ഉപയോഗിക്കാൻ ഒരവസരം നോക്കിയിരിക്കും. അന്നേരവും എന്നെ വേണമെന്ന പോലെ എൻ്റെ കൂടെ നിന്നതും കള്ളക്കണ്ണീർ ഒഴുക്കിയതും. യെസ്, അത് തന്നെ. നിനക്കിപ്പോഴെങ്കിലും ചിന്തിക്കാനുള്ള ബോധം വന്നല്ലോ. നിങ്ങൾ പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം ഇതാ. ഒരുത്തനെ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കും. അവസാനം അവന് വേണ്ടി വീട്ടുകാരെയും നാട്ടുകാരെയും വെറുപ്പിക്കും. ഒടുക്കം സ്നേഹിച്ചവനും കാണില്ല, വീട്ടുകാരും കാണില്ല. അത് നീ പറഞ്ഞത് ശരിയാ കിരൺ. അതിന് ഉദാഹരണമാണല്ലോ നിൻ്റെ മുമ്പിൽ ഈ നിൽക്കുന്ന ഞാൻ തന്നെ. അങ്ങനെ ഒരവസരമുണ്ടാക്കി നിന്നെയും കൊണ്ടുപോയപ്പോഴാണ് പോലീസ് പിടിക്കുന്നതും കേസാകുന്നതും അത് നിൻ്റെ വീട്ടിലും നാട്ടിലുമൊക്കെ അറിയുന്നതും. എൻ്റെ ജീവിതം നശിച്ച് അതോടെ അങ്ങനെ പറ നീ. എന്തായാലും നിൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും നടന്നില്ലല്ലോ. ദൈവം ആ കാര്യത്തിൽ എൻ്റെ കൂടെയായിരുന്നു. അതേൽ അതും വെച്ച് നീ എൻ്റെ ജീവിതം മൊത്തത്തിൽ തകർത്തേനെ. ഇപ്പോഴെന്താ, നിൻ്റെ ജീവിതം തകർന്നില്ലേ? സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ, നിൻ്റെ ജീവിതം പോയില്ലേ? ഇനി നിനക്ക് എന്താ ഉള്ളത്? ഇനി ഉള്ളതും കൂടി നാളെ മുതൽ ഇല്ല. അതോർക്കുക നീ. കുറേ നേരമായി അവനെന്തോ ചെയ്യാൻ പോകുന്നതിൻ്റെ സൂചനകൾ തരുന്നു. എന്താണെന്ന് അവൻ തന്നെ കുറച്ചു മുന്നേ പറഞ്ഞതാണേലും അങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ഇവൻ എന്ത് ക്രൂരനാണെന്ന് തോന്നുകയാണ്. അവൻ ഇതുപോലെ എത്ര പെണ്ണുങ്ങളെ ചതിച്ചിട്ടുണ്ടാവും. എന്നെപ്പോലെ ഇവൻ്റെ വാക്കും കേട്ട് ജീവിതം തകർന്നവർ. നിൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോകുവാണെന്ന് പറഞ്ഞപ്പോൾ നിന്നെ പെട്ടെന്ന് കൈവിട്ട് കളയാതിരിക്കാനും എൻ്റെ പ്ലാനൊന്നും നടക്കാതെ പോകില്ലെന്ന് കരുതിയുമാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. തൽക്കാലം അച്ഛനും അമ്മയുമൊക്കെ പറയുന്നത് കേൾക്കാൻ. അവൻ ഒരിക്കലും നിന്നെ കെട്ടില്ല എന്നൊക്കെ ഞാൻ നിനക്ക് ഉറപ്പ് തന്നത്.
അതൊക്കെ എൻ്റെ വെറും പ്ലാൻ മാത്രമായിരുന്നു. അതിനിടയിൽ നിന്നെ ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു എനിക്ക്. അത്രയും നാളും കൊണ്ടു നടന്നതല്ലേ, പെട്ടെന്ന് മറ്റൊരുത്തന് കൊടുക്കാൻ പറ്റുമോ? അത് എൻ്റെ വാശിക്ക് വിരുദ്ധമല്ലേ പൂജ? ഒരു വഷളൻ ചിരിയോടെ കിരൺ പറഞ്ഞതും പൂജയ്ക്ക് എൻ്റെ മുഖവും ചിരിയും നോട്ടവുമൊക്കെ കണ്ട് അങ്ങേയറ്റം കലി കയറി. എന്നെ ഇങ്ങനെ നീ കെട്ടിയിട്ട് പ്രസംഗിക്കാതെ അഴിച്ചുവിട്ട് പറക്കാതാ, എന്തോ മനസ്സിൽ കണ്ടവൾ അവന് മുന്നിൽ ആവശ്യം പറഞ്ഞതും ഒരു നിമിഷം കിരൺ അവളെ സൂക്ഷിച്ചു നോക്കി. ഇനി സംസാരിക്കാലോ? കിരണിൻ്റെ ചോദ്യം കേട്ടതും പൂജ പുച്ഛത്തോടെ നോക്കി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ എന്തോ വലുത് മനസ്സിൽ കണ്ടിട്ടാണെന്ന് എനിക്കറിയാം കിരണേ. അല്ലേ, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കെട്ടഴിച്ചു വിടില്ലല്ലോ നീ. ഇത്ര അനുസരണ എൻ്റെ അടുത്ത് കാണിക്കണമെങ്കിൽ നിൻ്റെ മനസ്സിൽ നീ എന്തോ വലുത് എനിക്കെതിരെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊന്നും മനസ്സിലാവാതിരിക്കാൻ മാത്രം പൊട്ടിയൊന്നുമല്ല ഞാൻ, പഴയ പൂജയുമല്ല. ആഹാ, ഇതിപ്പോൾ കെട്ടഴിച്ചു വിട്ടതായ കുഴപ്പം? നീയല്ലേ പറഞ്ഞത് നിന്നോട് കെട്ടിയിട്ട് സംസാരിക്കാൻ നിൽക്കാതെ അഴിച്ചുവിട്ട് സംസാരിക്കാൻ? ദേ, ഞാനത് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോലീസ് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയ ദിവസം നീ ഓർക്കുന്നുണ്ടോ പൂജ? പൂജയുടെ മനസ്സിൽ നിന്ന് മായാത്തൊരു ദിവസമായിരുന്നത്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസം. കിരൺ പറഞ്ഞില്ലെങ്കിൽ പോലും ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് ആ ദിവസം മറക്കാൻ കഴിയില്ല. ടപ്പേ, അച്ഛൻ്റെ കൈകൾ അന്ന് ആദ്യമായി അവളുടെ കവളിൽ പതിഞ്ഞു. കുടുംബത്തെ നാണം കെടുത്താനായി ഉണ്ടായവൾ. ഇങ്ങോട്ട് വാടി, ഇനി ഒരു നിമിഷം പോലും നീ പുറത്തേക്കിറങ്ങിയേക്കരുത്. കാര്യം എന്താണെന്ന് പോലും അറിയാതെ അച്ഛൻ തന്നെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കണ്ടത് കിരണിനെ പോലീസുകാരെ എന്തൊക്കെയോ ചോദിച്ച് നിർത്തുന്നതാണ്. കല്യാണം ഉറപ്പിച്ചൊരു പെണ്ണ് കാമുകൻ്റെ കൂടെ നാട് നെരുങ്ങാൻ പോയെന്ന് നാട്ടുകാരും വീട്ടുകാരും അറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? അതിനേക്കാൾ ഭീകരമായിരുന്നു തൻ്റെ അവസ്ഥ. ഒന്നാമതേ കിരണിൻ്റെ കാര്യത്തിൽ ചെറിയ സംശയം തോന്നിയതുകൊണ്ടാണ് ഗൗതമിനെ പോലെ ഒരാളുടെ ആലോചന വന്നപ്പോൾ അതങ്ങ് ഉറപ്പിച്ചത്. വേണ്ടെന്ന് പറഞ്ഞിട്ടും ആരും കേട്ടില്ലെന്ന് പറയുന്നതാവും ശരി. അന്ന് കിരണിനെ അല്ലാതെ മറ്റൊരാളെ കല്യാണം കഴിക്കില്ലെന്ന് ഉറപ്പിച്ച മനസ്സായിരുന്നു. അവനെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. അവനെ ചതിച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കുക എന്നത് തനിക്ക് പറ്റുന്നൊരു കാര്യമേ ആയിരുന്നില്ല. കല്യാണം ഉറപ്പിച്ച നിമിഷം മുതൽ മുള്ളിൽ ചവിട്ടിയ പോലെയായിരുന്നു കിരണിനോട് അതേപ്പറ്റി സംസാരിക്കാനും മറ്റുമായി. ഒരു രഹസ്യ സ്ഥലത്ത് പോകുമ്പോഴാണ് ആരോ കണ്ട് അതൊരു പ്രശ്നമായി മാറുന്നതും കേസാകുന്നതും. ആ ദിവസം നിനക്ക് നിൻ്റെ വീട്ടുകാരുടെ കൂടെ ഈസിയായി പോകാൻ കഴിഞ്ഞു. പക്ഷേ ഞാനോ? എനിക്കെന്താ പിന്നീട് സംഭവിച്ചതെന്ന് നിനക്കറിയാമോ പൂജ? നീ അതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അറിയണോടി? അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് പകയോടെ സംസാരിക്കുന്നവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റവും കണ്ടവൾ പേടിയോടെ അവനെ നോക്കി. താടിയിൽ പൊടിഞ്ഞു പോകുന്ന പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. അത്രയ്ക്ക് വേദന തോന്നിയവൾക്ക്. കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പൂജ ആ നിമിഷം. നിന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിൻ്റെ വീട്ടുകാർ എന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇല്ലാത്ത പരാതിയൊക്കെ എഴുതി കൊടുത്ത് അവരെന്നെ കൊല്ലാതെ കൊന്നു 2 ദിവസം. പൂജയ്ക്ക് അതൊരു പുതിയ അറിവായിരുന്നു. തന്നെ കൂടെ അവനെയും അവർ വിട്ടെന്നാണ് അവൾ കരുതിയത്. ഇതിന് പിന്നിൽ ഇങ്ങനെയും കാര്യങ്ങൾ നടന്നെന്ന് ഇപ്പോഴാണ് അവൾ അറിയുന്നത് തന്നെ. 2 ദിവസം അവരെന്നെ ശരിക്ക് അനുഭവിച്ചു നീ കാരണം. നീ സുഖമായി വീട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായി കണ്ടവൻ്റെയൊക്കെ. അവൻ്റെ വിരലുകൾ അവളുടെ കവളിൽ ദേഷ്യത്തോടെ അമർന്നു. പൂജയുടെ കണ്ണുകൾ വേദന കൊണ്ട് നിറഞ്ഞൊഴുകി. നിന്നെ കെട്ടാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ലെന്ന് അന്നേ ഞാൻ അവരോട് പറഞ്ഞതാണ്. എന്നിട്ടും നിൻ്റെ വീട്ടുകാരുടെ വാക്കും കേട്ട് അവന് വല്ലാത്ത പക തോന്നി അവളോട്. അവളുടെ കവളിൽ നിന്ന് കൈമാറ്റി ശ്വാസമൊന്ന് വലിച്ചു വിട്ടു. ഗൗതം ആ പേര് പറഞ്ഞതും അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. നിനക്കൊരു കാര്യം അറിയുമോ? ഇതിനൊക്കെയുള്ള ധൈര്യം അവർക്ക് കിട്ടിയത് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനില്ലേ, അവൻ കാരണമാ. കിരൺ പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ പൂജ അവനെ മിഴിഞ്ഞ കണ്ണുകളോടെ നോക്കി. ഗൗതം ഇതിൽ ഇടപെട്ടിരുന്നോ? ഗൗതം, അവൾ ഒരിക്കൽ കൂടി എടുത്തു ചോദിച്ചു. നിനക്ക് അതേപ്പറ്റിയൊന്നും അവൻ പറഞ്ഞു തന്നിട്ടില്ലായിരിക്കും. അവന് നിന്നോട് പ്രേമം മൂത്തിട്ടല്ലേ അവൻ നിൻ്റെ വീട്ടുകാരോട് നിന്നെ കെട്ടിത്തരുമോ എന്ന് ചോദിച്ചത്? കിരൺ പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ പൂജ തറഞ്ഞുപോയി. വെറുതെ പോലും അങ്ങനെയൊരു കാര്യം അവൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. ഇല്ല, അങ്ങനെയൊന്നില്ല, അയാൾക്കെന്നോടില്ല. പൂജ വിശ്വസിക്കാൻ കഴിയാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവളുടെ ഇരിപ്പ് കണ്ട് പരിഹാസത്തോടെ അവൻ അവളെ നോക്കി കൈകെട്ടി നിന്നു. അതേടി, അലേൽ നിന്റെ കുടുംബത്തിലേക്ക് പെണ്ണ് ചോദിച്ചു വരാൻ അവനെപ്പോലെ ഒരുത്തൻ നിൽക്കുമോ? പൂജ അവനെ തന്നെ നോക്കി. കേട്ടതൊന്നും അവൾക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കണ്ണ് തുറച്ച് തന്നെ സംശയത്തോടെ നോക്കുന്നവളെ കണ്ട് അവൻ്റെ മുഖത്ത് പരിഹാസം നിറഞ്ഞു. നിനക്ക് പൂജ ഇഷ്ടമാണോ? കിരൺ, നിന്നോടാ ചോദിക്കുന്നത്. നീയും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പൂജയും തമ്മിൽ എന്താണ് ബന്ധം? ഗൗതമിൻ്റെ വാക്കുകൾ അവൻ്റെ കാതിൽ മുഴങ്ങിക്കേട്ടു. അതോർക്കും തോറും അവനിൽ ദേഷ്യം നിറഞ്ഞു. ഓ,
തനിക്കൊന്നും അറിയില്ലേ? അതോ അവളുടെ വീട്ടുകാർ ഒന്നും തന്നോട് പറഞ്ഞില്ലേ? പോലീസ് സ്റ്റേഷനിൽ ഗൗതം തന്നെ കാണാൻ വന്നതും അവനുമായുള്ള സംസാരവും ഓർത്തെടുത്ത് കിരൺ തന്നോടവൻ ചോദിച്ചതാണ്. പൂജയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് കല്യാണം നടത്തി തരാമെന്ന് വരെ പറഞ്ഞതാണ്. പക്ഷേ അവൻ കുറേ തവണ അതുതന്നെ പറഞ്ഞപ്പോൾ അവനോട് തൻ്റെ കല്യാണം ഉറപ്പിച്ചതും പൂജയോടുള്ളത് വെറും നേരം പോക്ക് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ തന്നെ അടി ഇപ്പോഴും ഈ കവളിൽ മായാതെ കിടപ്പുണ്ട്. അതിൻ്റെ പക അവനുള്ള പണിയായി കരുതി വെച്ചിട്ട് നാളുകളേറെയായി. ഗൗതമിനോടുള്ള പകയിൽ കിരണിൻ്റെ മുഖം ചുമന്നു. തുടരും. വായിക്കുന്നവർ കമൻ്റ് ഇടണം. ഇന്നലെ സൺഡേ ആയതുകൊണ്ടാണ് സ്റ്റോക്ക് ഇല്ലാഞ്ഞത്. സ്നേഹത്തോടെ.